السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഈ മക്കയിലുള്ള അഹംഭാവികളോട്, മുശ്രിക്കുകളോട് ആരെങ്കിലും വല്ലപ്പോഴും എന്താണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ശരിക്ക് ഒരു മറുപടി പറയാൻ പോലും അവർ തയ്യാറില്ല. അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ആയത്തെടുത്തിട്ട് അത് ഉദാഹരിച്ചുകൊണ്ട് ഒരു മറുപടിയല്ല അവർ പറയുന്നത്. അവരൊറ്റ വാക്കിൽ പറയും, അതെന്തോ ചില പഴം പുരാണങ്ങളും ഐതിഹ്യങ്ങളും എന്നേ മറുപടി പറയും. ഹജ്ജ് കാലങ്ങളിൽ അന്യരാജ്യത്ത് നിന്ന് ഹജ്ജിന് വരുന്നവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഖുർആനെയും സംബന്ധിച്ച് ജാലവിദ്യ, ഭ്രാന്ത്, ജ്യോത്സ്യം, പുരാണകഥ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ വലീദ് ബിൻ ഉഖ്ബത്തിൻ്റെ നേതൃത്വത്തിൽ പല ആളുകളും മക്കയിലെ വഴികൾ ഓരോരുത്തരായി ഭാഗിച്ചെടുത്തിരുന്നതായി പല ഹദീസ് റിവായത്തുകളിലും കാണാം. അതായത് അവിടുത്തെ പ്രമാണികൾ മക്കയിലേക്ക് ജനങ്ങൾ വരുന്ന വഴിയിൽ അവരിയ്ക്കും. എന്നിട്ട് അവിടെ വരുന്ന വിദേശികളോട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിനെ പറ്റിയും പ്രബോധനത്തെപ്പറ്റിയും ഒക്കെ മനസ്സിലാക്കി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മക്കക്കാരായ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രവാചകനുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് അദ്ദേഹം പറയുന്നത്? അതിനുള്ള മറുപടി അതിൽ പ്രത്യേകമായിട്ടൊന്നുമില്ല, വെറും പഴം പുരാണങ്ങൾ മാത്രമാണ് അത് എന്ന് പറഞ്ഞ്. അതായത് അവർ പറയും, ഞങ്ങൾ ഖുറൈശിയിലെ അല്ലെങ്കിൽ മക്കയിലെ പ്രമാണിമാരാണ്, ഞാൻ ഇന്ന ഗോത്രത്തിൽപ്പെട്ട ആളാണ്. എന്നിട്ട് ആ ഗോത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആണ് അവർ പറയുന്നത് ഇത് വെറും പഴം പുരാണങ്ങളാണ്, അല്ലാതെ അതിൽ വേറെ ഒന്നും നല്ല കാര്യങ്ങളൊന്നും ഇല്ല. ഇതുപോലെയുള്ള പല സംരംഭങ്ങളും പ്രചാരവേലകളും ഖുറൈശികൾ നടത്തി വന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.